ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ ത്തെ വ്ളോഗാണ് കാണിക്കുന്നത്. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് ചെയ്യുമ്പം തന്നെ പിന്നെ വയ്യാതെയായിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഷോർട്സ് മാത്രമൊക്കെ ആയിട്ടാണ് പെടൽ കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 ദിവസം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ ആവാനായല്ലോ, അപ്പം പിന്നെ ഇനി പോകാനും കഴിയില്ല. അപ്പം വീട്ടിൽ എത്തിയിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ. കാരണം അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മളെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മേൻ്റെ ഫോട്ടോ ഒക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഒക്കെ പറഞ്ഞൊക്കെ പോന്ന്. അച്ഛനും സന്തോഷമായി 3-4 ദിവസം വന്ന് നിന്നപ്പോൾ. അപ്പം ഞാൻ അവിടെ പോയി അങ്ങനെ നിൽക്കാറില്ലല്ലോ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കലാണ്. പിന്നെ അച്ഛൻ എത്രയായാലും അവിടെ തന്നെ നിൽക്കുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ നിൽക്കും. പിന്നെ ഇന്നിപ്പോൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ രാവിലെ മുത്താറിയും മുട്ടയും ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുത്താറി കാച്ചി കുടിക്കും, നല്ലതാണ്. ഉണക്കി പൊടിച്ച് വെച്ചാണ്. പിന്നെ നമ്മൾ പൈപ്പിനിട്ട് ഈ ഒരു സംഭവം കണ്ടില്ല, മീഷോന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാട്ടോ. അത് റൊട്ടേഷൻ ചെയ്യുക, പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യേ. അപ്പോൾ ഇന്നിപ്പോൾ കടലക്കറിയും പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറി ഞാനിതാ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടല. പിന്നെ അപ്പോഴേക്കും മുത്താറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാലിലല്ല, ചില സമയത്ത് പാലിൽ കാച്ചും, ചിലപ്പോൾ ഇതേപോലെ ശർക്കര എന്തെങ്കിലും ഇട്ട് കാച്ചും. അപ്പോൾ ഷുഗർ ഉള്ളതിനെ കൊണ്ട് മധുരം അങ്ങനെ വലിയ അതിൽ അടുപ്പിക്കാനും പറ്റില്ല. അപ്പോൾ പൂരിക്കുള്ള ഇത് ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സംസാരം കേട്ടാൽ തന്നെ അറിയാം, അപ്പം കുറച്ച് ശ്വാസം മുട്ടും പ്രയാസങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെയാണ് ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇടാറ്. അധികം ഷോർട്സ് ആയിട്ട് തന്നെ ഇപ്പോൾ വീഡിയോ ഇടാറ് കേട്ടോ. അപ്പോൾ പൂരിക്കുള്ളതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സമയത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ചൂട് സഹിക്കാൻ കഴിയില്ല, അത്രയും ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ പൂരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഈ മാസം തന്നെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അവിടെ ഫുൾ ടൈം പണിക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും കഴിയില്ല. അവിടെ പെയിൻറ്റിൻ്റെ പണിയും ടൈൽസിൻ്റെ പണിയും ഒക്കെ തിരക്കാണ്. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉള്ളതിനെ കൊണ്ട് പിന്നെ ഞാനങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ പൂരിയൊക്കെ അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹൗസ് വാമിങ് കഴിഞ്ഞതിൻ്റെ ശേഷം തീരെ അങ്ങനെ കുഞ്ഞു നിവർന്നായിട്ട് ഒരു പണി എടുക്കാനൊന്നും കഴിയുന്നില്ല. ഹൗസ് വാമിങ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം ഹോസ്പിറ്റലായിപ്പോയി. കാലൊക്കെ ഭയങ്കര നീര് വെച്ച്, പിന്നെ ശ്വാസം മുട്ടൊക്കെ കൂടി. അങ്ങനെ ഒരു ദിവസം ഇക്ര ഹോസ്പിറ്റലായിരുന്നു കോഴിക്കോടുള്ള. അപ്പോൾ ഒന്നാമത്തേത് ഒരു ഫുൾ ക്ലീനിങ് ആയിട്ട് ചെയ്യാനും പറ്റുന്നില്ല. പറ്റും പോലെയൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ ശ്രീമോളാണ് ചില സമയത്തൊക്കെ ചെയ്തു തരിക. അങ്ങനെ ഞാൻ വാഷ് ബേസിനൊക്കെ കഴുകി ഒന്ന് വേഗം പോയി മേലൊക്കെ കഴുകി വന്നിട്ടോ. അധികം ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ തുടക്കലൊക്കെ ശ്രീമോൾ ചെയ്തു തരും. പിന്നെ ശ്രീമോളോട് ഇരുന്ന് എന്തൊക്കെയോ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരു പ്ലാന്റ് ഒന്നും അധികം വെച്ചിട്ടില്ല. ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതിനെ കൊണ്ട് വെച്ചാൽ ഉണങ്ങിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം പ്ലാന്റൊന്നുമില്ല, ഒരു മണി പ്ലാന്റ് അങ്ങനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, ഉണങ്ങിയ ഇലകളൊക്കെ. ഞാൻ വീട്ടിൽ പോയപ്പോഴേക്ക് ആകെ വീടെല്ലാം കൂടെ തയ്യാറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, അടുത്ത വീട്ടിൽ പണിയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് പൊടിയാണ്. നമ്മൾ ഡെയിലി അടിച്ചൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഫുള്ള് പൊടിയും. അപ്പോൾ ജനലൊന്നും തുറക്കാറില്ല, തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് പൊടി അകത്തേക്ക് കയറും. അപ്പോൾ ഞാനെല്ലാം ഒന്ന് അടിച്ചു വാരി വന്ന അന്ന് തന്നെ രാത്രി അടിച്ചു വാരി തുടച്ച് ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഇന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇല്ലേ, അതിങ്ങനെ വിട്ടുപോയി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഇനിയിപ്പോൾ ശ്രീമോളെ കൈയും കാലൊക്കെ പിടിക്കണം. അപ്പോൾ അവിടെ ഞാൻ കിച്ചൻ്റെ അവിടെ ഒരു തുണി എടുത്ത് വെച്ച, ജനലൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കൂടെ പൊടി പറക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തുണി എടുത്ത് വെച്ചാണ് കേട്ടോ. ഇപ്പോൾ അവിടെ ടൈലിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് കട്ട് ചെയ്യലും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് പൊടിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചായക്ക്. ചില സമയത്തൊന്നും ഉണ്ടാക്കില്ല, ഭക്ഷണം ഹോട്ടലിൽ നിന്നൊക്കെയാണ് വാങ്ങലധികം. അപ്പോൾ വൈകുന്നേരം ചില സമയത്ത് പറ്റുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ മോൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രെഡ് ഉണ്ട്, ഏതായാലും മുട്ടയും വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അങ്ങനെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ പ്ലാൻസൊക്കെ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നാമത്തത് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം വെച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് പിന്നെ ഒന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്, ഒരുപാട് മധുരം ഇട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇൻസുലിൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗർ നോക്കുകയും വേണം, കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് നോക്കുകയും വേണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ചില മധുരം കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇടയ്ക്കൊക്കെ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 8-ാം മാസം കഴിയാനായി. അപ്പോൾ നമ്മൾ ഡേറ്റ് ജൂലൈയിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ഭയങ്കര പെയിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.